മ്യൂണിച്ചിലെ ഒരു ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇന്നലെയാണ് ജർമ്മനിയിലെ മ്യൂണിച്ചിലെത്തിയത്. ഇത്തവണത്തെ യൂറോപ്പ് യാത്രയിൽ ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. കോർഡിനേറ്റർ പ്രിയേഷ്, കുവൈത്തിൽ നിന്നുള്ള ഷമീർ ഖാൻ. ഇന്നലെയും ഇന്നുമായി മ്യൂണിച്ചിലെ പല കാഴ്ചകളും ഞങ്ങൾ കണ്ടു. മ്യൂണിച്ചിലെ ക്രിസ്മസ് മാർക്കറ്റ്, BMW മ്യൂസിയം, പാലസ് തുടങ്ങിയവയ്ക്ക്. ഇനി ഞങ്ങളുടെ പ്ലാൻ ഹംഗറിയിലേക്ക് പോകാനാണ്. ഹംഗറിയുടെ തലസ്ഥാനമായ ബുദാപെസ്റ്റ് സുന്ദരവും നവീനവുമായ ഒരു പ്രദേശമാണ്. കുറച്ചു നേരമായി ഇവിടെ എത്തിയിട്ട് കയ്യിലുള്ള ലഗേജെല്ലാം ലോക്കറിൽ വെച്ച ശേഷം ഭക്ഷണമെല്ലാം കഴിച്ച ശേഷമാണ് ഇവിടെ എത്തിയത്. ഫ്ലിക്സ് ബസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പച്ച നിറത്തിലുള്ള ഒരു ഉഗ്രൻ ബസ്. വാഷ്റൂം സൗകര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ യാത്ര ശേഷം ഓസ്ട്രിയയിലെ വിയന്നയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. വിയന്നയിൽ ഇറങ്ങാനുള്ള ആളുകൾക്ക് വേണ്ടി ഇവിടെ ബസ് നിർത്തിയതാണ്. കൂടെ ഞങ്ങളും ഒന്നിറങ്ങി. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ബസ്സിൽ തിരിച്ചു കയറി. പുലർച്ചെ 7:30 കൂടി ബുദാപെസ്റ്റിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. നേരം ഇപ്പോഴും വെളുത്തിട്ടില്ല. നല്ല ഇരുട്ട്. പുറത്ത് നല്ല തണുപ്പുണ്ട്. 8 മണിക്കെങ്ങാനുമാണ് സൂര്യോദയം. ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഓഫീസ് സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളെല്ലാം വളരെ ധൃതിപ്പെട്ടാണ് നടക്കുന്നത്. കൊടും തണുപ്പാണ് പുറത്ത്. മഞ്ഞുകാല വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞാണ് എല്ലാവരുടെയും നടപ്പ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു. കെലൻഫോൾ വാസുത്തലോമസ് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഇക്കാണുന്ന കൗണ്ടറിൽ നിന്നും ഒരു 1 ഡേ പാസ് ഞങ്ങൾ ഒപ്പിച്ചു. 5000 ഹംഗേറിയൻ ഫോറിൻ്റാണ് ടിക്കറ്റ് ചാർജ്. തൊട്ടടുത്ത കടയിൽ നിന്നും ചായ എല്ലാം കുടിച്ച് മെട്രോ കയറാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം റക്കോസ്റ്റിയർ എന്ന മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ നിന്നും ട്രാമിൽ വേണം ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ. ബുദാപെസ്റ്റ് നഗരത്തിൻ്റെ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂം. ജർമ്മനിയിൽ നിന്നും വ്യത്യസ്തമായ കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നത്. കടും നിറങ്ങളിലുള്ള ട്രാമുകളും സുന്ദരമായ കെട്ടിടങ്ങളും കൂടി ചേർന്ന മനോഹരമായ ഒരു പ്രഭാത കാഴ്ച. അങ്ങനെ ഞങ്ങൾ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ട്രാം സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടൽ. അതുകൊണ്ട് കാഴ്ചകളെല്ലാം കാണാൻ എളുപ്പമാണ്. സിസിലി ബോട്ടിക് റെസിഡൻസി എന്നാണ് ഇതിൻ്റെ പേര്. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. 8 മണി ആയാലേ തുറക്കൂ എന്നാണ് മിസ്റ്റർ പ്രിയേഷ് പറയുന്നത്. അവസാനം റൂം തുറന്ന് കിട്ടി. ചെക്കിനെല്ലാം ചെയ്ത ശേഷം റൂമിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. 3 പേർക്ക് സുഗമമായി കിടക്കാവുന്ന ഒരു സുന്ദരമായ ഒരു ബെഡ്റൂം.
ഒരു ബെഡ് താഴത്തും മറ്റൊരു ബെഡ് അല്പം മുകളിലായുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ലഗേജ് എല്ലാം ഉള്ളിൽ വെച്ച് ഉടൻ ഞങ്ങൾ പുറത്തിറങ്ങി. സുന്ദരമായ ഈ ട്രാമിൽ കയറി വേണം ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഞങ്ങൾക്ക് കിടക്കാൻ. Felhívjuk utasaink figyelmét, hogy az M2-es metró ismét a teljes vonalon közlekedik. Köszönjük figyelmüket! This is a customer service update. Metro line and അങ്ങനെ ബുദാപെസ്റ്റിലെ സാധാരണ ജനങ്ങളുടെ കൂടെ ഞങ്ങളും യാത്ര തുടങ്ങി.